അച്ഛൻ എവിടെയോ പോകുന്നു, ഓടി വന്നിട്ട് ഓടി പോകുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ സൺഡേ വ്ലോഗിലേക്ക് പോയാലോ? അപ്പം ഇന്ന് സൺഡേ ആണ് കേട്ടോ. അച്ഛൻ എവിടെയോ അത്യാവശ്യമായിട്ട് മീറ്റിങ്ങിനൊക്കെ പോവാണ്. നമ്മളിന്ന് എല്ലാവരും വീട്ടിലുണ്ട്. ഇന്ന് ആർക്കും ജോലിയൊന്നുമില്ല. അപ്പോൾ ഒരു ചെറിയ പാചകമായാലോ? അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിച്ചു തന്നിട്ടാണ് കേട്ടോ അച്ഛൻ പോകുന്നത്. വരുമ്പോഴേക്കും കറിയൊക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് ആൻഡ് പാചകം വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. എപ്പോഴും വെക്കുന്നത് ചിക്കൻ വറുക്കാതെയാണ് ഞാൻ വെക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് വറുത്ത് വെക്കാം. വറുത്ത് വെച്ചതാണ് കേട്ടോ ഇത്. ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റാക്കി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പുരട്ടി ഞാനൊരു അരമണിക്കൂറോളം ഇത് വെച്ചതിന് ശേഷമാണ് വറുക്കുന്നത്. ഇതിൽ ഉപ്പിട്ടുണ്ട് കേട്ടോ. വറുക്കാൻ നമ്മൾ ഗ്രേവിയിൽ നല്ലോണം ഉപ്പ് ഇട്ട് മിക്സ് ചെയ്താണ് വെച്ച് വറുത്തേക്കുന്നത്. അപ്പോൾ സവാള അടുത്തത് നമ്മൾ സവാള വഴറ്റുന്നതാണ്. ഈ സവാളയിൽ ഞാൻ 4 പച്ചമുളകും ഒരു 2 അല്ലി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി ഇതിൽ പെരട്ടി ആണ് വറുത്തത്. എന്നാലും ഞാൻ 2 അല്ലി വെളുത്തുള്ളി അധികമാകാൻ പാടില്ല. വെളുത്തുള്ളി ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അത് കാരണം ഞാൻ 2 അല്ലി വെളുത്തുള്ളിയാണ് ഇതിൽ എടുത്തേക്കുന്നത്. നമ്മുടെ സവാള അങ്ങനെ വഴറ്റി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ അതിന് ഓരോന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്താണ് ചിക്കൻ എടുത്തിട്ട് ഇവിടെ അച്ചു ചിക്കൻ എടുത്തോണ്ട് ഓടാതിരിക്കാൻ അമ്മ പാത്രമൊക്കെ കൊണ്ട് മൂടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതിലേക്ക് ഒരു സവാള മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. അധികം സവാള ഇട്ടാൽ നമുക്ക് ഒരു സവാള, ഒരു ഉള്ളി, ഒരു തക്കാളി. തെറ്റിദ്ധരിക്കപ്പെട്ട ഗൈസ് നിങ്ങൾ. ഒരു തക്കാളിയാണ് കേട്ടോ. കാര്യമുണ്ട്. സവാള മൂട്ടില്ലെങ്കിൽ നമുക്കൊരു ഇച്ചിരി കറി ബാക്കി വന്നാൽ അത് മോശമായി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ കറി ബാക്കി വെക്കുന്നില്ലല്ലോ. സവാള ശരിക്കും മൂട്ട് വരുമ്പോഴേ നമ്മൾ പൊടികളൊക്കെ ഇടാൻ പറ്റും. ഇത് കോഴിയിൽ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടാണ് വറുത്തത്, തിരട്ടിയാണ് വറുത്തത്. അതുകൊണ്ടിട്ട് ഇതിൽ ഒരു സ്വല്പം മഞ്ഞപ്പൊടി ഇടാൻ പാടില്ല കേട്ടോ. മഞ്ഞക്കാരം മുട്ടയില്ല. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി നമ്മൾ സാധാ മുളകും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചതാൽ മതി. അത് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം ഇട്ടാൽ മതി. കുരുമുളകും പച്ചമുളകും ആവശ്യത്തിന് ഇട്ടുണ്ട്. 2 കാൽ. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കാൻ പാടില്ല കേട്ടോ. എന്താ അല്ലെങ്കിൽ ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റ് വരും. മല്ലിപ്പൊടിയുടെ പിന്നെ മസാല ഇറച്ചികൾക്കും കോഴികൾക്കും മല്ലിപ്പൊടി അധികം അങ്ങോട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമുക്ക് വേറൊരു ടേസ്റ്റ്. പിന്നെ ഗരം മസാല പൊടിച്ചതാണ് കേട്ടോ. അത് സാധാ കോഴി വെക്കുമ്പോഴത്തേക്കും മസാല പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. ഇത് ഞങ്ങൾ തന്നെ പൊടിച്ച് വെച്ച മസാലയാണ്. ടേസ്റ്റും പോവും, കൂടുതൽ അതിൽ വെള്ളവും ആവും. നമ്മളൊരു കണക്കിട്ടാണിത് വെള്ളം ഒഴിച്ചേക്കുന്നത് കേട്ടോ. വറുത്തത് കൊണ്ടിട്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചത്. വറുക്കാതെ വെക്കണമെങ്കിൽ നമുക്ക് അത് വേഗം പാകത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ച് വെള്ളം കൂടിയാണ് ഒഴിച്ചിട്ടുണ്ട്. സ്വല്പം എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് നേരത്തെ ഒരു ഗ്ലാസ് മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് തീ കുറച്ചിടണം. തീ കുറച്ചിടണ്ട, പിടിക്കൂല. എന്നാലും നമ്മൾ തീ കുറച്ചിടണം കേട്ടോ. ഇതെന്നെ എന്ന് വേഗം തീ കുറച്ചിട്ടാല്
അതെടുക്കണ്ട എനിക്ക് ചാറി എടുത്താൽ മതി. ഗായ്സ് നേരത്തെ ഗരം മസാലയൊക്കെ ഇട്ടത് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു ഗൈസ്. അത് നിങ്ങളെന്ന് കാണും. ഇത് ഞാനൊന്ന് ഇളക്കി വെക്കണേണ്. ഇത് കുറച്ച് വെള്ളം കുറവാണ്. ഗ്രേവി നമുക്ക് വരണ്ടിരിക്കണമല്ല, എന്നാൽ അധികം അങ്ങോട്ട് ഡ്രൈ ആകാനും പാടില്ല. ഞാൻ ഇച്ചിരി വെള്ളം എപ്പോഴും നമ്മൾ തിളപ്പിക്കാതെ ഒഴിക്കരുത്. ഇതിൽ വെള്ളം തിളപ്പിച്ച് ആറിയതിന് ശേഷം ആ വെള്ളവും ചേർക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡിയായി കേട്ടോ. അപ്പോൾ ഞാൻ ചാറ് കുറവായിരുന്നതിന്, അപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നീര് ചൂടിൽ ഇതിലൊഴിച്ച് ഉപ്പ് നോക്കി, കുഴപ്പമില്ല, ഉപ്പൊക്കെ കറക്റ്റിനാണ്. ഇനി ഒന്നും ചേർക്കണമെന്നില്ല. പിന്നെ ഞാൻ ഇച്ചിരി ക്രിസ്മസ് അടിച്ചു വെച്ചിട്ടുണ്ട്. അത് അധികമില്ല, ഒരു 3-4 അത് ഇതിൽ ബാക്കിയൊക്കെ എൻ്റെ മോൻ തിന്നു. നമ്മുടെ ക്രിസ്മസ് ഒക്കെ എടുത്ത് അവിടെ തിന്നണുണ്ടായിരുന്നു. ആ കവറിൽ ഒരു 3-4 ഉണ്ടായിരുന്നു. അത് ഞാനിതിൽ അടിച്ച് ചേർക്കുന്നുണ്ട്, അത് കാണിക്കുന്നില്ല കേട്ടോ. നമ്മുടെ കറി റെഡിയായി. ഏകദേശം ഈ കളറാണ് ഞങ്ങൾ വെക്കുന്ന കറിക്ക്. ചില ആളുകൾ വെളുത്ത് വെള്ളം പാറ്റ പോലെയൊക്കെ വെക്കും, പക്ഷെ ഞങ്ങൾ ഇച്ചിരി കറുപ്പാൻ പാറ്റയൊക്കെ പോലെ വെക്കാറ്. ഏകദേശം ഈ കളറ് കറി എപ്പോഴും ചിക്കൻ മസാലയ്ക്കൊക്കെ എൻ്റെ മോക്ക് എൻ്റെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞങ്ങൾക്കെല്ലായിരിക്കും. അപ്പം ഈ കളറാണ് ഏകദേശം ഞങ്ങളുടെ കറി. നമ്മുടെ ചിക്കൻ റെഡിയായി. യെസ്, ചിക്കൻ റെഡി ആയിരിക്കുന്നു ഗായ്സ്. കേട്ടോ പുകയ്ക്ക്. എങ്ങനെയുണ്ട് കറി? എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം, പ്രശംസിക്കൂ. സൂപ്പർ.